എഗെയിൻ വെൽക്കം ബാക്ക് ടു അബ്സല്യൂട്ട് സിനിമ. അബ്സല്യൂട്ട് സിനിമയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഈ ഒരു സിനിമയുടെ ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആവും. ഞാൻ ഈ സിനിമ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഒരാൾ ഈ ഒരു സിനിമ കാണാനിടയാവും. ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ ഇവിടെ വന്ന് അല്ലെങ്കിൽ മനസ്സിലോ എന്നെ ചീത്ത പറയാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ സിനിമ എനിക്ക് സജസ്റ്റ് ചെയ്ത ആളെ ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ കണ്ടപ്പോൾ തന്നെ ഞാൻ നല്ല രീതിയിൽ ചീത്ത വിളിക്കണം എന്ന് ഞാൻ മനസ്സിൽ കരുതി. കാരണം എൻ്റെ സമയം നഷ്ടപ്പെടുത്തിയതിന്. എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ സിനിമ സജസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു 1.25 മണിക്കൂർ ഈ സിനിമ തന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൻ്റെ ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ കണ്ടു തീർത്തത് 3 ദിവസം എടുത്തിട്ടാണ്. 3 ദിവസം എടുത്തിട്ട് എന്തെങ്കിലും നമ്മളൊരു നല്ല സിനിമ കാണില്ലല്ലോ, ഒരു ആക്ഷൻ സിനിമയാണെന്ന് പറഞ്ഞാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷേ 3 ദിവസം എടുത്താണ് ഈ സിനിമയുടെ ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ കണ്ടു തീർത്തത്. എന്നിട്ട് എന്തിന് കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ പകുതിക്കിട്ട് സിനിമ കളഞ്ഞിട്ട് പോകാൻ താല്പര്യമില്ല. മുഴുവനായിട്ടും കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും സിനിമ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മൊത്തമായിട്ടും ഞാൻ കാണാറുണ്ട്. ആ ഒരു ശീലം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു സിനിമ മിസ്സാവാതിരുന്നത് എന്നാണ് എനിക്ക് മൊത്തത്തിൽ കണ്ടു തീർന്നപ്പോൾ എനിക്ക് തോന്നിയത്. 3 ദിവസം എടുത്തിട്ട് ഞാൻ 1 മണിക്കൂർ കണ്ടു. 4ാമത്തെ ദിവസം ഞാൻ സിനിമയുടെ ബാക്കി കാണാൻ തുടങ്ങി. 1.25 മണിക്കൂർ തന്നിട്ടുള്ള എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസാണ് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഇന്നിവിടെ വന്നിരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. അതായത് വളരെ സ്ലോ പേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ പേസ്ഡായിട്ട് പോകുന്ന ഒരു ആക്ഷൻ സിനിമയാണ്. ക്യാരക്ടർ ബിൽഡിങ്ങും പരിപാടികളൊക്കെ ഇങ്ങനെ വളരെ പതിയെയാണ്. ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി ഞാൻ കുറേ സീക്വൻസൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇതിനകത്ത് ആകപ്പാട് ആ ഒരു 1 മണിക്കൂറിനുള്ളിൽ ഒരു സീക്വൻസ് മാത്രമേ വിളിച്ചിട്ട് എൻഗേജിങ് ആയിട്ട് തോന്നുന്നത്. ഇതിനകത്ത് നായകന് ദേഷ്യം വരുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഒരു കാറ് ഇടിച്ച് പൊട്ടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്, കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട്. അതുമാത്രം ഞാനിങ്ങനെ കണ്ടിരുന്നു. ബാക്കിയുള്ള സീക്വൻസും ക്യാരക്ടർ ബിൽഡിങ്ങും സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സിനിമയിൽ അവിടെ എന്തൊക്കെയോ നടക്കുന്നു, നമ്മളിങ്ങനെ നിന്ന് ഉറങ്ങുന്നു, ആ ഒരു അവസ്ഥയാണ്. പക്ഷേ ഒരു പോയിൻ്റ് കഴിയുമ്പോഴത്തേക്കും സിനിമയിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പീക്ക് സിനിമയായിരുന്നു. കാരണം എൻ്റെ ഫേവറേറ്റ് ജോണറായിട്ടുള്ള ആക്ഷൻ പ്ലസ് വയലൻസ് പരിപാടിയിലേക്ക് അത് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമ മാറിയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരുന്നു. ഇത്രയും നല്ല സിനിമയാണല്ലോ ഞാൻ കുറ്റം പറയാനിരുന്നത് എന്നൊരു രീതിയിൽ തോന്നലുണ്ടാക്കിയിട്ടുള്ള സിനിമയായിട്ട് ഈ സിനിമ മാറുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. സിനിമയുടെ പേര് ബ്രൗൾ ഇൻ സെൽ ബ്ലോക്ക് 99, 2017 ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയിലെ കഥാഗതി എന്ന് പറയുന്നത് നമ്മുടെ നായകനൊരു ബോക്സറാണ്. എന്നാൽ ഇപ്പോൾ അയാൾ ബോക്സിങ്ങും പരിപാടിയൊക്കെ നിർത്തിയിട്ട് അത്യാവശ്യം ഡ്രഗ് ഡീലിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിനാനുപാതികമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. ഡ്രഗ് ഡീലൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കുടുംബത്തിന് ഭീഷണികളുണ്ടാവും, ഭാര്യയൊന്നും സുരക്ഷിതമായിരിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഭീഷണികളൊക്കെ അയാളെ നേരിടുന്നുണ്ട്. അയാളുടെ വിവാഹ ജീവിതമൊന്നും അത്ര അങ്ങോട്ട് സുഖകരമായിട്ടല്ല മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ കാണിച്ചു പോകുന്നു. ഒരു ഡ്രഗ് ഡീലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ഇയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നിടത്ത് നിന്നാണ് ഈ 1 മണിക്കൂർ തീരുന്നത്. അതുവരെയാണ് ഈ സിനിമ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനും ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ ഈ പറഞ്ഞ ഭയങ്കര രീതിയിൽ ഉറക്കം തൂങ്ങിയിരുന്ന് കണ്ടെന്ന് പറയുന്ന സിനിമ. പിന്നീട് ഈ ജയിലിലേക്ക് ഇയാൾ വന്നതിന് ശേഷമാണ് ഈ ഒരു സിനിമയ്ക്ക് ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. പിന്നീട് പടം ഒരു പോക്കങ്ങ് പോകും. അത് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യും. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. എത്രത്തോളം പേർക്ക് സിനിമ കണക്റ്റ് ആകുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പിന്നീടുള്ള 1.25 മണിക്കൂർ കൊണ്ട് സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റായി. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ ജയിലിലേക്കാവുന്നു. ആ ജയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള, നല്ല സഹതടവുകാരുള്ള, നല്ല പോലീസുകാരൊക്കെ ഉള്ളൊരു ജയിലാണ്. പക്ഷേ നമ്മുടെ നായകൻ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. പ്രധാനമായിട്ടും പോലീസുകാരാണ് നായകൻ്റെ ഇഷ്ടപ്പെട്ട ഇരകൾ. പോലീസുകാരെയൊക്കെ ഇടിയൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരൻ ആ ജയിലിൽ നിന്ന് സ്വാഭാവികമായിട്ട് മാറ്റുമല്ലോ. ആ ജയിലിൽ നിന്ന് മാറ്റി കുറച്ചും കൂടി ക്രൂരന്മാരായിട്ടുള്ള പോലീസുകാരുള്ള, കുറച്ചും കൂടി ഇതേപോലെ മൈൻഡ് സെറ്റുള്ള, അതായത് നമ്മുടെ നായകൻ്റെ അതേ മൈൻഡ് സെറ്റുള്ള ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ജയിലിലേക്ക് മാറ്റുന്നു. അവിടെയും നമ്മുടെ നായകൻ അല്ലെങ്കിൽ പഠിച്ച പാട്ട് തന്നെയാണ് പാടുന്നത്. അവിടെയും ചെന്ന് സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നായകൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പുള്ളിക്കാരനെ അതീവ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരെ പാർപ്പിക്കുന്ന ഒരു മനുഷ്യൻ എക്സിസ്റ്റ് ചെയ്യാനേ പറ്റാത്ത ചുറ്റുപാടുള്ള സെൽ ബ്ലോക്ക് 99 അയാളെ മാറ്റുകയാണ്. അപ്പം എന്താണ് പിന്നെ അയാൾക്ക് സംഭവിക്കുന്നത്? ആത്യന്തികമായിട്ട് ഇയാളുടെ മൈൻഡിൽ എന്തായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം സിനിമ ക്ലൈമാക്സിൽ തരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ഫൈറ്റ് സീക്വൻസാണ് ഈ സിനിമയുടെ ആത്മാവെന്ന് പറയുന്നത്. ബ്രൂട്ടലായിട്ടുള്ള ഇടി. ബ്രൂട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂട്ടലായിട്ടുള്ള ഇടിച്ച് പൊട്ടിക്കുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ. അത് ഈ ഒരു സിനിമയിലൂടെ കണ്ടപ്പോൾ കിട്ടുന്ന ഒരു കിക്കുണ്ട്. ഇപ്പം ഉറക്കം തൂങ്ങിയിരുന്ന സിനിമ കണ്ടിട്ട് പെട്ടെന്ന് ആ സിനിമയിൽ മാരകമായിട്ടുള്ള വയലൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരവസ്ഥയായിരുന്നു എനിക്ക്. അങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ട് നല്ല ഫൈറ്റ് സീക്വൻസ്, നല്ല വയലൻസ്,
നല്ല ആക്ഷൻ സീക്വൻസ്, നല്ല ഹീറോയിസം, ആ ഒരു നായകൻ്റെ ഒരു ഓറ. കാരണം ഈ നായകൻ ഒരു 6-6 അടി പൊക്കവും അതിനൊത്ത ബോഡിയൊക്കെ ഉള്ള നായകനാണ്. അയാൾ വന്ന് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന കാണാൻ തന്നെ പിന്നീട് ഭയങ്കര രസമായിട്ട് മതി. ഞാൻ ഈ ഒരു നായകൻ്റെ ഫാൻ ബോയ് ആയിട്ട് മാറി. ഒരു ഒറ്റ സിനിമ ഉണ്ട്. അയാളൊരു കൊമേഡിയനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നൊരു ആക്ടറാണെന്നാണ് പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ച് ബ്രൗസൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അയാളിൽ നിന്ന് ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എക്സ്പെക്ട് ചെയ്തില്ല. ആ ഷിഫ്റ്റ് സംഭവിച്ചതിന് ശേഷമുള്ള ഫൈറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ബ്രൂട്ടലായിട്ടുള്ള ഇടി. ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു നോക്കുക. നല്ല പരിപാടിയുണ്ട്. തരളഹൃദയരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സീക്വൻസൊക്കെ ക്ലൈമാക്സിലുണ്ട്. അപ്പോൾ സിനിമ കണ്ടു നോക്കുക എന്ന് മാത്രമേ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളൂ. നല്ലൊരു ആക്ഷൻ സിനിമയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ സാധിക്കൂ. കാരണം കണ്ടിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ 1 മണിക്കൂർ നിങ്ങൾ അതിജീവിച്ചാൽ പിന്നീടുള്ള 1.5 മണിക്കൂർ നല്ലൊരു സിനിമ കണ്ടിട്ടുള്ള, നല്ലൊരു ആക്ഷൻ സിനിമ കണ്ടിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം വ്യക്തിപരമായിട്ട് എനിക്കത് ഫീൽ ചെയ്യാൻ സാധിച്ചു. അപ്പം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. ബ്രൗൺ ഇൻ സെൽ ബ്ലോക്ക് 99. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ദിസ് ഈസ് മീ, രോഹിത് സൈനിങ് ഓഫ്. യു ആർ വാച്ചിങ് അബ്സല്യൂട്ട് സിനിമ.